വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തമ്മിലിൽ കൊടുത്തേക്കും പോലെ നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ടെമ്പററി ആയിട്ട് ഒരു 3-4 ഇയേഴ്സ് ഉപരിപഠനത്തിന് വേണ്ടി. അങ്ങനെ നമ്മളിപ്പം എവിടെയാണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം വലിയ വ്ളോഗായിട്ടിടാനും മാത്രം ക്ലിപ്പൊന്നും എൻ്റെ ഇല്ല. അപ്പം ഉള്ള ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ആയിട്ട് ഒരു നമ്മുടെ ഒരു ന്യൂ അപ്പാർട്ട്മെൻറ്റ് പ്രിപ്പറേഷൻസ്, ഒരു ഫ്ലാഷ് ബാക്ക്. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി, 1 വീക്ക് ആവാറായി. അപ്പോൾ ആകെ മൊത്തവും തിരക്കായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ, ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ തിരക്കിന്റെ സത്യം. അപ്പൊ നമ്മള് ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ നമുക്ക് എല്ലാം വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഫോണിലും ഇപ്പൊ ചെറിയ കംപ്ലൈന്റ് ആയിട്ട് വീഡിയോ ലാഗാണ്. അപ്പൊ ഞാൻ എടുക്കുന്നതിന്റെ പകുതിയേ കിട്ടുള്ളൂ. അപ്പം ഒരു വീഡിയോന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എടുക്കാൻ ഉദ്ദേശിച്ച കണ്ടന്റ് അതിൽ കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് കിട്ടിയതുകൊണ്ട് നമുക്ക് വിചാരിച്ച അത്രയും ലോങ് വീഡിയോ ഇടാനായിട്ടുള്ള കണ്ടന്റ്സ് കയ്യിലില്ല. പക്ഷെ കിട്ടിയ വീഡിയോസ് വെച്ച് നമ്മുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പ്രിപ്പറേഷൻസും ഇങ്ങോട്ട് വന്നതും എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു മിനി വ്ളോഗ്. അപ്പം കണ്ടിട്ട് വരും. ഇന്ന് ജൂൺ 5 വെളുപ്പിന് 1:25. നാളെയാണ് പോകുന്നത്. 6th ഈവനിങ് ആണ് പോകുന്നത്. അപ്പോഴേണ് നമുക്ക് ബസ്സിൽ വെച്ച് കാണാം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പോവുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വൈകിട്ട് തിരിച്ച് എന്തായാലും പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ പീക്സ് ഉണ്ട്, കാണിച്ചു തരാം. കാത്തുനിന്നോ മനസ്സിലെ തീൻ പൊഴിഞ്ഞോ, കനവും കൂട്ടി വച്ചോ, ഇനി ഞാൻ കാത്തിരുന്നോളാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനാണ് പ്ലാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഹോം ടൂർ ഇല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ടൂർ വേണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ കമന്റ് ബോക്സിലിടൂ. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോൾ ഇടാം, അതിൽ വോട്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പീക്സിന്റെ അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ പോൾ ഇടും, അതിൽ കയറി വോട്ട് ചെയ്താൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം എൻ്റെ അക്കൗണ്ടിൻ്റെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്. ഞാൻ പറയാം ഗായ്സ് ഒന്നുകൂടെ. ഐ മീൻ എന്താന്ന് പറയുന്നത്.